സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ പ്രവർത്തനമാണ് നിസ്കാരം എന്നുള്ളത്. ഒരിക്കൽ പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നിസ്കാരം. എന്നാൽ നമ്മിൽ പലരും ഇന്ന് നിസ്കാരത്തെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ കല്യാണങ്ങളും മറ്റു തിരക്കുകളും നിസ്കാരത്തിൽ നിന്ന് നമ്മെ പലപ്പോഴും പിന്തിരിപ്പിക്കുന്നുണ്ട്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരം അശ്രദ്ധയോടുകൂടിയാണ് സമീപിക്കുന്നതെങ്കിൽ 15 ശിക്ഷ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കും. അതിൽ 6 കാര്യങ്ങൾ ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. 1, നമ്മുടെ ആയുസ്സിൽ നിന്നുള്ള ബർക്കത്തിനെ അള്ളാഹു ഊരിക്കളയും. 2, നമ്മുടെ മുഖത്തുള്ള സജ്ജനങ്ങളുടെ അടയാളം അള്ളാഹു മായ്ച്ചു കളയും. 3, ഒരു പ്രവർത്തനത്തിനും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയില്ല. 4, പ്രാർത്ഥന ആകാശലോകത്ത് തടയപ്പെടും, ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുകയില്ല. 5, സാലിഹ്യങ്ങളുടെ പ്രാർത്ഥന അവന് ലഭിക്കുകയില്ല. 6, ഭക്ഷണത്തിൽ നിന്ന് ബർക്കത്ത് ഉയർത്തപ്പെടും. ഈ 6 കാര്യങ്ങൾ ദുനിയാവിൽ നാം അള്ളാഹുവിന് മുമ്പിൽ ചെയ്യേണ്ട നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നതിനാൽ, അല്ലെങ്കിൽ അതിനെ ഗൗരവത്തോടെ കാണാത്തതിനാൽ നമുക്ക് ദുനിയാവിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷകളാണിതൊക്കെ. അതായത് ദുനിയാവിൽ സ്വസ്ഥമായി ജീവിക്കാൻ, സ്വസ്ഥമായി താമസിക്കാൻ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിയുകയില്ല. അവന് മനസ്സമാധാനം നഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് മാത്രമേ ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. നിസ്കാരത്തെ ഗൗനിക്കാത്തവന് 3 പരീക്ഷണങ്ങൾ അള്ളാഹു മരണസമയത്ത് നൽകും. 1, നിന്ദ്യമായ മരണമാണ്, സൂഉൽ ഖാത്തിമ. മരണസമയം അന്ത്യം മോശമായി പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. 2, വിശന്നവനായുള്ള മരണമായിരിക്കും അവൻ്റേത്. 3, ഒരു കടലിലെ മുഴുവൻ ജലം കൊടുത്താലും തീരാത്തത്ര ദാഹം കൊണ്ടുള്ള പരീക്ഷണത്താലാണ് അവൻ ഈ ലോകത്ത് നിന്നും മടങ്ങേണ്ടി വരിക. ഈ 3 ശിക്ഷകൾ നിസ്കാരം ഉപേക്ഷിക്കുന്നവന് മരണസമയത്ത് അള്ളാഹു നൽകുന്നതാണ്. 3 ശിക്ഷകൾ ഖബറിലാണ് അള്ളാഹു നൽകുന്നത്. 1, വാര്യലുകൾ കോർക്കുന്ന രൂപത്തിൽ ഖബർ അവനെ എടുക്കപ്പെടും. രാവും പകലും ഖബർ ആളിക്കത്തും. 3, ഖിയാമത്ത് നാൾ വരെ അവനെ പാമ്പ് കൊത്തിക്കൊണ്ടിരിക്കും. അതായത് നിസ്കാരത്തെ ഗവനിക്കാത്തവന്, നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവന് ഖബറിൽ ചെന്നാൽ പോലും യാതൊരുവിധ സ്വസ്ഥതയും ലഭിക്കുകയില്ല. അസ്വസ്ഥമായ ജീവിതമായിരിക്കും ഖബറിലും അവന് ഉണ്ടാവുക. ഓരോ നിമിഷവും വേദനയുടെ മേൽ വേദനകളാൽ അവൻ പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കും. 3 ശിക്ഷകൾ അള്ളാഹു ആഖിറത്തിൽ അവന് നൽകും. 1, കഠിനമായ വിചാരണയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഓരോരുത്തരെയും വിചാരണ ചെയ്യുന്നതിൽ ഏറ്റവും കഠിനമായി വിചാരണ നടത്തപ്പെടുന്നത് നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണ്. 2, റബ്ബിൻ്റെ കോപം അവന് ലഭിക്കും. 3, നിന്ദ്യനായി പരിഹാസ്യനായി അവൻ നരകത്തിൽ കടക്കേണ്ടി വരും. ഇങ്ങനെയുള്ള 15 ശിക്ഷകൾ നാം പലപ്പോഴും ഗൗനിക്കാതെ പോകുന്ന നിസ്കാരം, അത് നിർവഹിക്കാതിരിക്കുമ്പോൾ അള്ളാഹു നമ്മെ പരീക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്ത് തിരക്കുണ്ടെങ്കിലും, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എല്ലാം റബ്ബിൻ്റെ മുമ്പിൽ നാം പറയണം. അതിനുവേണ്ടി നിസ്കരിക്കാൻ വേണ്ടി നാം സമയം കണ്ടെത്തണം. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന വളരെ ലളിതമായ രൂപത്തിലാണ് അള്ളാഹു നമുക്ക് നിസ്കാരം സംവിധാനിച്ചിട്ടുള്ളത്. നമ്മുടെ പല തിരക്കുകളും പറഞ്ഞ് നാം അതിനൊഴിവാക്കുമ്പോൾ അതിൻ്റെ ഗൗരവം, അതിൻ്റെ ശിക്ഷ എത്രത്തോളം ഭയാനകരമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ദുനിയാവ് നശ്വരമാണെന്നും അത് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേയുള്ളൂ, വളരെ വേഗം അവസാനിച്ചു പോകുന്ന ഈ ദുനിയാവിൽ നാം കുറഞ്ഞ സമയം അള്ളാഹുവിന് വഴിപ്പെടുമ്പോൾ തന്നെ അള്ളാഹു അനശ്വരമായ, അനന്തമായ, ഒരിക്കലും തീർന്നു പോകാത്ത ആഖിറ ലോകത്ത് നമുക്ക് സന്തോഷം നൽകി അള്ളാഹു നമ്മെ സന്തോഷിപ്പിക്കും. നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മരണം വരെയും കൃത്യമായി നിന്ന് നിസ്കരിക്കാൻ, തഖ്വയോടെ ഇഖ്ലാസോടെ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.